പലപ്പോഴും ജീവിതം വഴിമുട്ടിപ്പോകാറുണ്ട്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പിറകെ ഒന്നായി വരാറുണ്ട്. ഇതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടും ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടും കൂടാതെ ഇന്നർ ചൈൽഡ് അതെന്താണെന്നും നമുക്കൊന്ന് ചെറിയൊരു പഠനം നടത്താം. നമുക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നർ ചൈൽഡ് കണ്ടെത്തണം. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഗോൾസും കണ്ടെത്താനുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ വോയിസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഗോൾസിലേക്ക് നമ്മളെ എത്തിക്കും, അല്ലെങ്കിൽ അത് നമ്മളെ ഗോൾസിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇന്നർ ചൈൽഡ് അല്ലേ? അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ നമ്മുടെ ഉപബോധ മനസ്സ്. അതൊരു ചെറിയൊരു കുട്ടിനെ പോലെയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉള്ളത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉള്ളത്. മനസ്സിനെ കുറിച്ച് പഠിച്ചവർ പറയുന്നു, നമ്മുടെ മനസ്സിൽ ഒരു സെക്കൻഡിൽ ഒരുപാട് ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇത്രയും ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താണ് ബാക്കിയായിട്ടുള്ളത് എന്ന് അത് നമ്മളെ വൈബ്രേഷനെ പിടിച്ചെടുക്കുകയും ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ തിരിക്കുകയും. ഒരു ഉദാഹരണത്തിന്, നമ്മൾക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ്, അതായത് ഒരു ബാല്യം ഇല്ലായിരുന്നെങ്കിൽ, പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും പുതിയത് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ വോയിസ് ഉണ്ടാവും. നമ്മുടെ ചിന്തകളെ മാറ്റുന്ന, നിനക്ക് ഇതൊന്നും പറ്റില്ല, ഒരാളും നിന്നെ സ്നേഹിക്കില്ല എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരുപാട് ചിന്തകൾ. നമ്മുടെ ഇന്നർ വോയിസ് അത്രയ്ക്കും ശക്തി ഉള്ളതായതുകൊണ്ട്, ഇത്രയും ചിന്തകൾ അതിനെ വേട്ടയാടുന്നത് കൊണ്ട് നമ്മളെ അത് പലപ്പോഴും വലിച്ച് താഴെയിടാറുണ്ട്. ഗോൾസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ തെറ്റായ ചിന്തകളിലേക്കും നമ്മുടെ മനസ്സ് പോകും. കാരണം എന്താണ്? നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ മോശമാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ത് ചെയ്യും? അത് നമ്മളെ തെറ്റായ ചിന്തയിലാക്കും, തെറ്റായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കും. ഇതൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണ തെറ്റായത് കൊണ്ട് മാത്രമാണ്. അത് നമ്മളെ തെറ്റായ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന്. പക്ഷേ ശരിക്കും അത് നമ്മുടെ ഉപബോധ മനസ്സിൽ നടക്കുന്ന ഓർമ്മ മാത്രമായിരിക്കാം, നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുന്ന ചെറിയൊരു ഓർമ്മ. നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളും പേർപ്പസും ഉണ്ട്. നല്ലൊരു ജീവിത ലക്ഷ്യത്തിന് എന്താ ചെയ്യാം? ലക്ഷ്യത്തിന് പിന്നെ പോയിട്ട് കാര്യമില്ല, ശരിയായ ലക്ഷ്യമാണോ എന്ന് കൂടി കണ്ടെത്തേണ്ടി വരും. നമ്മളെ പൂർണ്ണ സന്തോഷത്തിൽ എത്തിക്കുന്നതാണോ അത് സാധിക്കുന്നത് നമ്മുടെ ഇന്നർ വോയിസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കാളിയാകാം. അത് നമ്മളെ ഉള്ളുണർവ് കൂട്ടാൻ കഴിയും. അത് നമ്മളെ കൂടുതൽ പ്രചോദനപ്പെടുത്തുകയും ചെയ്യും. ആദ്യം നമ്മൾ ഇന്നർ വോയിസുമായി കണക്റ്റ് ചെയ്ത് അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇതൊക്കെ ഒന്നിച്ചെടുത്താൽ നമുക്ക് പറയാം, ഇന്നർ ചൈൽഡ് വർക്ക് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് കണക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നാണ്. എന്തിന് കറക്റ്റ് ചെയ്യണം? കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ഒന്നും പുറം തള്ളാൻ ആവുകയില്ല, അതിന് വിവരങ്ങൾ എടുക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. ഇപ്പോൾ എന്താ കിട്ടിയത് അതാണ് തരുന്നത്. നമ്മുടെ ഇന്നർ ചൈൽഡ് പ്രശ്നത്തിലാണെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ വൈബ്രേഷൻ കൂട്ടില്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും സന്തോഷത്തിലല്ലെങ്കിൽ നമ്മളെ അത് ബുദ്ധിമുട്ടിലാക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായി സൈലൻ്റായി ഇരിക്കുക. നമ്മൾ നമ്മളുമായിട്ട് തന്നെ കണക്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, എന്നിട്ട് നമ്മളെ നിരീക്ഷിക്കുക. നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ഒരു ചിന്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു ബാല്യകാല ചിന്തയാകാം, 2-3 ദിവസം മുമ്പ് ഉണ്ടായ ചിന്തയാകാം, പക്ഷേ അത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ആ സമയത്തുള്ള ഇമോഷൻ കണ്ടുപിടിക്കുക. അവിടുന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. എല്ലാ ദിവസവും നമ്മുടെ പേർപ്പസ്, നമ്മുടെ ലക്ഷ്യത്തിലും കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഒരു പെന്ന് പേപ്പർ എടുത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതണം. ആദ്യത്തെ 2 ദിവസം ഒന്നും കാണില്ല. ചില ആളുകൾ പറയും ഇന്നർ ചൈൽഡ് ചില ആളുകൾക്ക് മാത്രമാണ് ആവശ്യമെന്ന്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് ജീവിത ലക്ഷ്യങ്ങൾ സാധ്യമായിട്ടും നമ്മൾക്കൊരു സന്തോഷമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും
എന്തെങ്കിലും ഒഴിഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളിലേക്ക് ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ, ഒരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നർ ചൈൽഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വേണം. കാരണം ഇന്നർ ചൈൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് ഗോ എന്നാണ്. ചില ആളുകൾ അതിൽ മനസ്സിലാക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യും. ചില ആളുകൾ ഒരു ബുദ്ധിമുട്ടിലെത്തുകയും ചെയ്യൽ നിർബന്ധിതരാകുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുമായി ഇരിക്കുക, മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ് ചെയ്യുക, നമ്മൾക്ക് തന്നെ സ്നേഹം കൊടുക്കുക, എന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഇത് കൊടുക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മളിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് ആ ബോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അത് പാസ് ചെയ്യുക. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ പഠിക്കാതെ നമ്മൾ ആയത്തിൽ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നർ ചൈൽഡിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. See you all later. Thanks for watching.